സംവാദം നടക്കണം. വി.ഡി. സതീശൻ അതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിന് ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ ആകാം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മലയാളി എന്ന നിലക്ക് കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ സാഗൂതം ശ്രദ്ധയുള്ള ഒരാളെന്ന നിലക്ക് എനിക്കുള്ളൊരു ആഗ്രഹം അങ്ങനെ ഒരു സംവാദം നടക്കണം എന്നതാണ്. ആ സംവാദത്തിൻ്റെ രീതികൾ ഇവർ വലിയ ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തി ശീലമുള്ള ആളുകളാണല്ലോ. അതിനുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ട് ആ സംവാദം എങ്ങനെ നടത്തണം എന്നത് സംബന്ധിച്ച് അതൊരു ഒരു തീരുമാനമാക്കിയിട്ട് ആ സംവാദം നടക്കണം. അതിന് 8 ദിവസം എന്നുള്ളത് ബുദ്ധിമുട്ടല്ല. നമ്മളിപ്പോൾ ഇവർ നേർക്കുനേരെ ഇരുന്നിട്ട് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ടൈപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. ഇവർ തീരുമാനിച്ചിട്ട് ഇപ്പോൾ LDFൻ്റെയും UDFൻ്റെയും 2 തലപ്പത്തുള്ള ആളുകൾ, സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും തലപ്പത്തുള്ള ആളുകളാണല്ലോ. അപ്പോൾ അവർ ഒരു സംവിധാനത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. വ്യക്തികളായിട്ട് കൂട്ടണ്ട. വ്യക്തികളായിട്ട് കൂട്ടിയിട്ട് സംവാദം നടത്തി. ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കസേരയിട്ട് അപ്പുറം ഇപ്പുറം ഇരുന്ന് ചർച്ച നടത്തുകയാണെങ്കിൽ ശ്യാമിലി ഒന്ന് ആലോചിച്ച് നോക്കൂ. പിണറായി വിജയൻ മുഖ്യമന്ത്രി വളരെ പതുക്കെ സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾക്കിടയിൽ ഇടവേള പണ്ട് നമ്മൾ ഏഷ്യാനെറ്റിൻ്റെയൊക്കെ മെയിൻ ചാനലിൽ വാർത്തയുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾക്കിടയിലുള്ള ഇടവേള കട്ട് ചെയ്ത് കളയായിരുന്നു. കാരണം ഡ്യൂറേഷൻ ചുരുക്കണം. ഈ വാർത്ത ബുള്ളറ്റിൽ എല്ലാ വാർത്തയും ഉൾപ്പെടുത്തണം. ഒരു ബൈറ്റിന് പോകാൻ ഇത്രമാത്രം പരിമിതിയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിലുള്ള വാചകങ്ങൾക്കിടയിലുള്ള ബൈറ്റ് കട്ട് ചെയ്താലേ ചേർത്ത് നിർത്താൻ പറ്റൂ. കാരണം ആ ഡ്യൂറേഷൻ അത്രയും കൂടുതലാണ്. പിന്നെ ഈ പിണറായി വിജയൻ ആയതുകൊണ്ട് ഇതൊക്കെ ടെലിവിഷൻ ക്യാമറകളുടെ കാലം വന്നിരിക്കുന്നേ, എന്നാൽ ഞാൻ കുറച്ച് സ്പീഡിൽ സംസാരിച്ചേക്കാന്ന് വെച്ചിട്ട് ക്യാമറകൾക്ക് വേണ്ടിയിട്ടോ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടോ അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലിയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറ്റാൻ തയ്യാറാകാത്ത ആളാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് വളരെ പതുക്കെ ഓരോ കാര്യവും പറയുന്നു. സതീശനാണെങ്കിൽ പുതിയ കാലത്തിൻ്റെ രീതിയിലുള്ള അദ്ദേഹത്തിനേക്കാൾ നല്ല പ്രായ വ്യത്യാസമുള്ള വളരെ സ്പീഡിൽ നന്ന ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പിണറായി വിജയൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പോയിന്റുകളെല്ലാം പെറുക്കി എടുത്ത് വെച്ച് വളരെ കൃത്യമായിട്ടാണ് മുന്നോട്ട് വെക്കുക. അദ്ദേഹം അങ്ങനെയാണ് മുന്നോട്ട് പോവുക. സതീശനത് കുറച്ചുകൂടെ ഷാർപ്പായിട്ട് എറിഞ്ഞ് തറപ്പിക്കാൻ അറിയാം. അപ്പോൾ ഇത് നമുക്കാണെങ്കിലോ കാണുന്ന ആളുകൾക്കാണെങ്കിലോ ഇവർ പറയുന്നതാണോ വസ്തുത? ഇപ്പോൾ രണ്ടുപേരും ഓരോ രാഷ്ട്രീയക്കാരല്ലേ, രണ്ടുപേരും മുതിർന്ന കൊള്ളാവുന്ന രാഷ്ട്രീയക്കാർ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ സതീശൻ പറയുന്നതാണോ ഈ വിഷയത്തിൽ ശരി, അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്നതാണോ ഈ വിഷയത്തിൽ ശരി എന്ന് നമുക്ക് മനസ്സിലാക്കാനും പരിമിതികളുണ്ടാവും. വ്യക്തിപരമായിട്ട് ഇവരിൽ നിന്ന് വർത്താനം പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും. പക്ഷേ എഴുതിയിട്ട് അതിപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ വേണമെന്നൊന്നുമില്ല, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പത്രത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയായാലും മതി, അത് എവിടെയായാലും മതി. പക്ഷേ എന്താ വെച്ചാൽ അത് എഴുതിയിട്ട് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ വിഷയം ഞാൻ പറയുന്നത്, ഞാൻ അവർക്ക് കൊടുക്കാവുന്ന ഐഡിയ എന്താണെന്ന് വെച്ചാൽ വിഷയം ഒരു 5 വിഷയം തീരുമാനിക്കുക. എന്തായാലും 8 ദിവസമേ ഉള്ളൂ ബാക്കി. 5 വിഷയം തീരുമാനിക്കുക. സംസ്ഥാനത്തിൻ്റെ വികസനം, കേന്ദ്രവുമായിട്ടുള്ള ബന്ധം, വർഗീയ ശക്തിയോടുള്ള ബന്ധവും എതിർപ്പും, അതായത് ഇപ്പോൾ ഡീലൊക്കെ ഇതായിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 5 വിഷയം തീരുമാനിക്കുക. 5 വിഷയത്തിനകത്ത് ഒരാൾ ആദ്യം എഴുതുക, അടുത്ത ആൾ അതിനുള്ള മറുപടി എഴുതുക. വെറുതെ എഴുതുന്നതല്ല, അതിനകത്ത് കൃത്യം കണക്കുകളുണ്ടാകണം, പൊതുജനത്തെ ബോധ്യപ്പെടുത്താനുള്ള സംഗതികളെല്ലാം ഉണ്ടാവണം, അതിന് ഉപോത്ബലകമായ രേഖകളും ഉണ്ടാവണം. ഇപ്പോൾ നേർക്കുനേരെ നിന്ന് വർത്തമാനം പറഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ രേഖകളൊന്നും ഇത് കാണിക്കാനൊന്നും പറ്റില്ല. അത് നമ്മുടെ ടെലിവിഷനിലെ ചർച്ചകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തൽക്കാലത്തേക്ക് ആ സമയത്ത് ആരോ ജയിച്ചു എന്നൊരു തോന്നലുണ്ടാക്കിയിട്ട് ഈ സംഗതി പിരിഞ്ഞു പോകും. പക്ഷേ ഇതാകുമ്പോൾ വെച്ചാൽ ഡോക്യുമെൻ്റ് വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ധവളപത്രം എന്നൊക്കെ പറയില്ല, അത് ഒരു കാര്യത്തെ പറ്റിയുള്ള വിവരങ്ങൾ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ 2 പ്രധാനപ്പെട്ട ആളുകൾ, സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ ഇരുപക്ഷങ്ങളായിട്ട് നിൽക്കുന്ന ആളുകൾ ഇങ്ങനെയൊരു സംവാദം നടത്തിയാൽ സംസ്ഥാനത്തിൻ്റെ മലയാളികൾക്കതൊരു വലിയൊരു അസറ്റായിരിക്കും. കാരണം ഈ 2 പക്ഷങ്ങൾ എങ്ങനെ ഓരോ കാര്യത്തെയും കാണുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു എന്നേക്കുമായുള്ള രേഖയായിട്ട് നിൽക്കും. അത് ചെയ്യണമെന്നാണ് എനിക്കിതിനകത്തുള്ള അഭിപ്രായം. അതായത് ഇപ്പം വി.ഡി. സതീശനാണ് വിജയിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് രാഷ്ട്രീയ വേദിയാണല്ലോ, തെരഞ്ഞെടുപ്പ് വേദിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് കണ്ടില്ലേ പിണറായി വിജയൻ പേടിച്ചോടി, അദ്ദേഹം ഫേസ്ബുക്കിലേക്ക് മാറ്റി എന്ന തരത്തിലുള്ള അവരുടെ വിജയാഹ്ലാദങ്ങളും അതുകൊണ്ട് കിട്ടാവുന്ന വോട്ടുകളും അവർ സമാഹരിക്കട്ടെ. അതൊരു രാഷ്ട്രീയ സംഗതിയാണ്, ആർക്കും അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ മലയാളികൾക്ക് വേണ്ടത് ഇവർ രണ്ടുപേരും ഈ നിലക്ക് ടെക്സ്റ്റ് വൈസ് സംവദിക്കുന്ന ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഡോക്യുമെൻ്റാണ്. 2026 തെരഞ്ഞെടുപ്പ് എന്ന പിൽക്കാലത്ത് ഒരുപക്ഷെ 10-50 വർഷങ്ങൾക്ക് ശേഷം നമ്മളതിനെപ്പറ്റി ഈ തെരഞ്ഞെടുപ്പിനെ പരിശോധിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അത് പിന്നീട് ഒരു പുസ്തകമോ മറ്റോ ആക്കി ഇറക്കിയാൽ വി.ഡി. സതീശൻ, പിണറായി വിജയൻ എന്ന് എഴുത്തുകാരുടെ പേര് ഒരേ പുസ്തകത്തിൻ്റെ മുകളിൽ വരുന്ന, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേ ഭാഗത്ത് വരുന്ന നല്ല കനമുള്ളൊരു പുസ്തകമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ സംവാദം എന്നത് നടക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഫേസ്ബുക്കിലൂടെ ആകുന്നതാണ് കുറേ കൂടെ ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് ഇവർ രണ്ടുപേരും കുത്തിയിരുന്ന് അടിക്കൊന്നും വേണ്ട. കാരണം അത് പിണറായി വിജയനാണെങ്കിലും വി.ഡി. സതീശനാണെങ്കിലും ഓരോ സംവിധാനങ്ങളുടെ തലപ്പത്തുള്ള ആളുകളാണ്. അവർ ആ സംവിധാനത്തിൻ്റെ ആളുകളെ തന്നെ ഉപയോഗിച്ചിട്ട് അവർക്ക് പറയാനുള്ള കാര്യം വിത്ത് പ്രൂഫ് പറഞ്ഞാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. തുടരണം എന്നാണ് എൻ്റെ അഭിപ്രായം.